ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാഷിൻ്റെ ചോറ് നീക്കി വെച്ചിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് എഴുന്നേൽക്കാണ് കേട്ടോ. അന്നേരം നന്ദിനി നോക്കുമ്പോൾ നന്ദിനി പറയുന്നുണ്ട്, ഞാനങ്ങനെ തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അച്ഛാ, വിശേട്ടനൊന്നും പണിയെടുത്ത് കൊണ്ടുവരും, അതിന്ന് തിന്നണു. ഈ വീടിന് വേണ്ടി കഷ്ടപ്പെടുന്നത് അച്ഛനും വിനയേട്ടനാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയാം കേട്ടോ. അങ്ങനെ പറഞ്ഞ് തെറ്റായി പോകുന്നുണ്ടെങ്കിൽ സോറി അച്ഛാന്ന് പറഞ്ഞാൽ നന്ദിനി പോകും കേട്ടോ. അപ്പോൾ കമലാമ്മ അറിയുന്നുണ്ട്, അവളെന്തൊക്കെയോ വിളിച്ച് പറഞ്ഞു, അതാണ് ഇങ്ങനെ പ്രശ്നമായെന്ന് പറയുമ്പോൾ അവളെന്തൊക്കെയോ വിളിച്ച് പറഞ്ഞില്ല, അവൾക്ക് വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടെന്ന് മാഷ് പറയുകയാണേ. പിന്നെ വേദ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് വിക്രത്തിന് വെള്ളം കൊണ്ട് പോവുകയാണ്. ഈ സമയത്ത് നമ്മളെ വിശ്വം തിരിച്ചു വരികയാണ് കേട്ടോ. പോയിട്ട് തിരികെ വന്നിട്ടില്ല. അപ്പോൾ വേറെ ചോദിക്കുന്നുണ്ട്, ആഹാ അപ്പോൾ പിണങ്ങി പോയിട്ട് ഇപ്പോഴാണോ വരുന്നത്? ഒരു വഴക്കുണ്ടായെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയാണ് വിശ്വട്ട ചെയ്യുന്നത് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വേദ ഇങ്ങനെ വിഷം കുടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേദ ചോദിക്കുന്നു, ആഹാ കുടിച്ചിട്ടാണല്ലേ വന്നിരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴേക്കും വിക്രം വന്നിട്ട് പറയും, ഇതിനാണല്ലേ വർക്ക്ഷോപ്പിൽ വന്നിട്ട് പൈസ ചോദിച്ചതെന്ന് പറയും. അപ്പോൾ വിശ്വം പറഞ്ഞിട്ട് അതൊരു വിഷമത്തിന് എന്ന് പറയും കേട്ടോ. അപ്പോൾ ഏതാ പറയും, ആഹാ വിശ്വേട്ടന് മാത്രമല്ല വിഷമം, വേറെ ആർക്കും വിഷമില്ലല്ലോ. ശ്രീജേടത്തി എത്ര വിഷമിക്കുന്നുണ്ട്. ശ്രീജേടത്തി അല്ല നന്ദിനി പറഞ്ഞതൊക്കെ കേട്ടിട്ട് വെറുതെ ആവശ്യമില്ലാണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? നന്ദിനിയുടെ ഒരു സ്വഭാവം അറിയാലോ, വെറുതെ അതൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അതല്ലേ കാരണം എന്ന് പറയാം കേട്ടോ. എന്തില്ലെങ്കിൽ മലയ്ക്ക് പോകാൻ മാലിട്ട് ഒരാളിരിക്കുന്നുണ്ടെന്ന് ഒരു ചിന്തയെങ്കിലും വേണ്ട. ഇങ്ങനെ കുടിച്ചിട്ട് വരുമ്പോൾ സോറി വേദ, സോറി വിക്രം, ഞാനിനി ഇത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞിട്ട് വിശ്വനോടൊന്ന് പോകും. അപ്പോൾ വേദ എന്നുണ്ടെങ്കിൽ വിക്രത്തിനോട് വിക്രം വേദനോട് പറയും ഗുഡ് നൈറ്റ് പറയുമ്പോൾ, എന്നാൽ ഈ വെള്ളം കൂടെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞിട്ട് ആ വെള്ളം ജഗം കൂടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വിക്രം ആ വെള്ളം കൊണ്ട് അകത്തേക്ക് പോകും. വേദ വീട്ടിലേക്കും കയറി പോരും. പിന്നെ കാണിക്കുന്നത് ശ്രീജയുടെ അടുത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. വിശ്വ വന്നിട്ട് ശ്രീജനോട് ഇങ്ങനെ പറയാം കേട്ടോ, അതെ ഞാനേ അവളങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി, അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് പോയതാണ് എന്ന് പറയട്ടോ. അപ്പോഴേക്കും ശ്രീജ ചാടി എഴുന്നേക്കാണ് കേട്ടോ. ആഹാ നിങ്ങൾക്ക് ഇനി സങ്കടവും ദേഷ്യമൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ. നിങ്ങൾക്ക് സങ്കടവും ദേഷ്യമൊക്കെ കാണിക്കേണ്ടതേ ഇതുപോലെ പകൽ മുഴുവൻ കറങ്ങി നടന്ന് രാത്രിയാകുമ്പോൾ കുടിച്ചു വരികയല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് സങ്കടവും ദേഷ്യം ഉണ്ടെന്നില്ലേ, നിങ്ങൾക്ക് ചേർന്ന് നിങ്ങളുടെ പഠിപ്പിനും വിദ്യാഭ്യാസത്തിനും ഒക്കെ ചേർന്ന് ഒരു ജോലി കണ്ടുപിടിച്ചിട്ട് വരണമായിരുന്നു. അല്ലാണ്ട് ഇങ്ങനെ വെറുതെ കുടിച്ചു വന്നിട്ട് ഇരിക്കുകയാണോ ചെയ്യുന്നത്? ഞാൻ ഈ വീട്ടിൽ എന്തോരം കഷ്ടപ്പെടും നിങ്ങൾക്കറിയോ? ഞാൻ ഈ വീട്ടിലെ മാടിനെ പോലെയാണ് പണിയെടുക്കുന്നത്, അത് നിങ്ങൾക്കറിയോ? ഞാൻ ഇവിടെ മാടിനെ പോലെ പണിയെടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെന്ന് ചോദിക്കുകയാണേ. ഈ സമയത്ത് മാഷും കമലാമ്മയും അതുപോലെ നന്ദിനിയും വിനായകനൊക്കെ ഇവരുടെ റൂമിലെ പ്രശ്നങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശ്രീജ കുറച്ച് ഒച്ച എടുത്തിട്ടാണ് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിനായകൻ നന്ദിനി ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നോക്കുന്നുണ്ട്. എന്നിട്ട് ശ്രീജ പറയുന്നുണ്ട്, ഞാൻ ഈ വീട്ടിൽ മാടിനെ പോലെ പണിയെടുക്കുന്നതേ എച്ചിൽ ചോറ് തിന്നാണെന്നുള്ളൊരു തോന്നൽ എനിക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ പണിയെടുത്ത് കൊണ്ടുവരാത്തത് കൊണ്ടാണ് എനിക്ക് ഈ വീട്ടിലെ പണി മുഴുവനും ചെയ്യേണ്ടി വന്നത്. ആരെയും എടുക്കാൻ സമ്മതിക്കാതെ ഈ വീട്ടിലെ പണി മുഴുവൻ എടുക്കുന്നത് നിങ്ങൾ കാരണമാണെന്ന് പറയട്ടോ. അപ്പോൾ കമലാമ്മ ഇങ്ങനെ എഴുന്നേറ്റ് ആ റൂമിലേക്ക് പോകാൻ പോകുമ്പോൾ മാഷ് പറയും വേണ്ടാന്ന് പറയുകയാണേ. എന്നിട്ട് ശ്രീജ തൻ്റെ വിഷമം മുഴുവൻ പറയുകയാണേ. ഒരു കൊച്ചുണ്ടായിട്ട് ആ കൊച്ചിനെ ഒരു വർഷമല്ല ഇത്രയും വർഷങ്ങളായിട്ട് എൻ്റെ വീട്ടിൽ തന്നെയാണ്. അതേപോലെയല്ല ആ കുട്ടി കഴിയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമമുണ്ടോ? അച്ഛനാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടെങ്കിലും മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ കൊച്ചിനൊന്നും പോയി കാണുന്നുണ്ടോ? എന്തെങ്കിലും ആ കൊച്ചിന് വേണ്ടി ചെയ്യുന്നുണ്ടോ? അപ്പോൾ വിശ്വം പറയുന്നുണ്ട്, ഞാനൊരാണല്ലേ ശ്രീജെ, എനിക്ക് അങ്ങനെ തെറ്റുപറ്റിപ്പോയി. എനിക്ക് കിട്ടുന്ന ജോലിയൊന്നും ചെയ്യാൻ പറ്റാറില്ല. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതൊക്കെ എൻ്റെ തെറ്റാണോ? അല്ല, നിങ്ങളുടെ തെറ്റല്ല, ഒന്നും നിങ്ങളുടെ തെറ്റല്ല. പണിക്ക് പോകാതിരുന്ന് കണ്ടിട്ട് 3 നേരം ഭക്ഷണം കഴിക്കുന്നതും ഇന്നത്തെ സ്പെഷ്യൽ എന്താണ് ചോറ് തന്നെയാണോ എന്ന് ചോദിച്ചു വരുന്നതും ഒക്കെ നിങ്ങളുടെ തെറ്റല്ല, അതൊക്കെ എൻ്റെ തെറ്റാണ് അല്ലേ എന്ന് ചോദിക്കുകയാണ്. കല്യാണം കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ ഒരു കൊച്ചുണ്ടായെന്ന് വിചാരിച്ചിട്ട് ആണൊന്നാവൂല. അതിന് തൻ്റെ ഇടം വേണം, ധൈര്യം വേണം എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രീജയുടെ മുഖത്താഞ്ഞടിച്ചിട്ട് വിശ്വൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണേ. അങ്ങനെ അടിക്കണതൊക്കെ കമലാമ്മയോരൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കമലാമ്മ ഇങ്ങനെ മാഷോട് പറയാണ്, ഇതിങ്ങനെയൊക്കെ ഇത്രയും പ്രശ്നങ്ങളായി തീരാനായിട്ട് നന്ദിനിയാണ് കാരണം. ഇവിടെ നിന്ന് ഇറങ്ങി ചെന്ന് അവൻ്റെ മുഖത്തൊന്ന് അടിക്കാനാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയും. അപ്പം മാഷ് പറയും, എന്തിന്? അതുകൊണ്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. നമ്മൾ അവരുടെ റൂമിലെ കാര്യങ്ങൾ ഒളിച്ച് കേട്ടു എന്നുള്ള ഒരു തോന്നൽ അവർക്ക് വരും. അതിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ എന്തായാലും ഒരു കാര്യം ചെയ്യും, മാഷ് വിശ്വത്തിനോടൊന്ന് സംസാരിക്കണേ, ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ മാഷ് പറയും, നമ്മുടെ മക്കളെ നമ്മളെ ചതിക്കാനും അതുപോലെ പറ്റിക്കാനുമാണ് കമലെ പഠിച്ചിട്ടുള്ളതെന്ന് പറയും. അതല്ല വിക്രം ആലിട്ടപ്പോൾ എല്ലാം നേരെയായി എന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് കമലാമ്മ പറയുമ്പോൾ, എന്നിട്ട് അവൻ നന്നായി എന്ന് ചോദിക്കും. ആ സമരമൊക്കെ ഒത്തുതീർപ്പായി എന്നാണ് കേട്ടത്, അതുകൊണ്ട് അവൻ ഇനി വേറെ പ്രശ്നങ്ങളൊന്നും ചെന്ന് പെടില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ.
അതിന് പിറ്റേ ദിവസം രാവിലെ വിശ്വ എഴുന്നേൽക്കുമ്പോൾ ശ്രീജനെ അടിച്ച ഓർമ്മ വരികയാണ് കേട്ടോ. അങ്ങനെ നേരെ ശ്രീജനെ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ ശ്രീജയാണെന്നുണ്ടെങ്കിൽ തുടക്കുകയാണ്. അപ്പോൾ ശ്രീജയുടെ അടുത്തേക്ക് വിളിച്ച് ചെല്ലുന്നുണ്ടെങ്കിൽ ശ്രീജ മൈൻഡ് ഒന്നും ചെയ്യാതെ കിച്ചണിലേക്ക് പോവുകയാണ്. എല്ലാവരും ഉണ്ട് കേട്ടോ കിച്ചണിൽ. വിനായകനും നന്ദിനിയും വേദയും. വിനായകനും നന്ദിനിയും ഫോൺ നോക്കിയിരിക്കുകയാണ്. കമലാമ്മ പച്ചക്കറി അരിയാണ്. വേദ കിച്ചണിൽ ജോലി ചെയ്യാണ് കേട്ടോ. അപ്പോഴേക്കും വിശ്വൻ അവിടേക്ക് വരികയാണ്. വിശ്വൻ വരുന്ന സമയത്ത് തന്നെ മാഷ് കാപ്പിയും കുടിച്ച് വരുന്നുണ്ട്. അപ്പം മാഷ് ചോദിക്കും, വിശ്വം നീ വന്നോ, നിന്റെ കെട്ടിറങ്ങിയോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. നിന്റെ തല പൊന്തിയോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ. ഇന്നലെ നേരത്തെ തന്നെ വന്ന് നിന്റെ മുഖത്തട്ടിച്ച് ഒന്ന് തരേണ്ടതായിരുന്നു. പക്ഷേ നിങ്ങളുടെ റൂമിലേക്ക്, നിങ്ങളുടെ ഭാര്യയും ഭർത്താവുള്ള റൂമിലേക്ക് അങ്ങോട്ട് വരണ്ട എന്ന് കരുതിയിട്ട് മാത്രമാണ്. അപ്പം കമലാമ്മ എഴുന്നേറ്റ് കണ്ടിട്ട്, എടാ വിശ്വ നീ എന്ത് തീരുമാനിച്ചിട്ടാണ് നടക്കുന്നത്, നീ എന്താ ഇങ്ങനെയൊക്കെ ആയിപ്പോയത്, നീ ഇത്തരത്തിലല്ലായിരുന്നല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് കമലാമ്മയും വഴക്ക് പറയുന്നു കേട്ടോ. എന്നിട്ട് മാഷ് പറയുന്നുണ്ട്, അവൾ ചോദിച്ചാൽ എന്താണ് തെറ്റുള്ളത്, അവൾ ചോദിച്ചത് അവൾ ചോദിച്ച കാര്യങ്ങളൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളല്ലേ, അങ്ങനെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് നീ തന്നെയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛാ ഞാൻ ഒരാളെ പറ്റിച്ച് കാശുണ്ടാക്കാറില്ല എന്ന് പറയട്ടെ. അപ്പോൾ നന്ദിനി വിനായകൻ നോക്കിയിട്ട് നിങ്ങളെയാണോ പറയുന്നത് എന്ന് പറയും. മാത്രമല്ല ഒരാളെ തല്ലാനോ കൊല്ലാനോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ പോയിട്ടില്ല. പക്ഷേ എന്നിട്ടും ഈ വീട്ടിലെ മോശക്കാരൻ ഞാൻ തന്നെയാണ്. ചെറുപ്പം മുതൽ കേൾക്കുന്നതാണ് ഞാനിതൊക്കെ എന്ന് പറയാണ് കേട്ടോ. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. നല്ല രീതിയിലാവാനായിട്ട് എനിക്ക് കഴിയുമെന്നും തോന്നുന്നില്ല. എന്തായാലും ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യണം അച്ഛാ, ഈ ജീവിതം കൊണ്ട് എനിക്കിനി ഒരു പ്രയോജനവും. ഞാൻ വിചാരിക്കുന്ന രീതിയിലൊന്നും ആവാൻ പറ്റുന്നില്ല. ഞാൻ എവിടെ ചെന്നാലും എനിക്ക് തോൽവി മാത്രമാണ് ഉണ്ടാവുന്നത്. ഞാൻ ഈ ജീവിതം അങ്ങോട്ട് അവസാനിപ്പിക്കട്ടെ അച്ഛാ എന്ന് ചോദിക്കുകയാണ് കേട്ടോ വിശ്വം. അപ്പോൾ എല്ലാവരും ആകെ ഞെട്ടിപ്പോട്ടോ. അപ്പോൾ വിനായകൻ വന്നിട്ട് ചോദിക്കുന്നത്, എന്താ വിഷയം ഇട്ടത്, ചെറിയൊരു പ്രശ്നം ഉണ്ടായെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണോ എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ മാഷും വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ. മാഷല്ല കമലാമ്മ വന്നിട്ട്, മോനെ വിശ്വ നീ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നതെന്ന് പറയും. ശ്രീജയുടെ അടുത്ത് വന്നിട്ട് പറയും, ശ്രീജെ നിനക്കൊരു നല്ല ജീവിതമൊന്നും തരാനായിട്ട് എനിക്കിനി കഴിയൂല. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിടാമെന്ന് പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങനെ ഞെട്ടിപ്പോകാണ് കേട്ടോ. എനിക്ക് നിന്നെ നോക്കാനുള്ള ശേഷിയില്ല, അതുകൊണ്ട് ഇന്ന് എവിടെന്നെങ്കിലും കാശ് മേടിച്ചിട്ട് ഞാൻ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കി തരാമെന്ന് പറയാണ്. അപ്പോൾ വേദ വന്നിട്ട് പറയും, വിശേട്ടൻ എന്ത് വർത്താനാണ് ഈ പറയുന്നത്, ഇതാണോ പറയേണ്ടത്? ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എസ്കേപ്പ് ചെയ്യാണ് വേണ്ടത്, അതിനെ സൊല്യൂഷൻ കണ്ടെത്താണ് വേണ്ടത്. ഇത് ഇപ്പം എസ്കേപ്പ് ചെയ്യാണ് വിശേട്ടൻ ചെയ്യുന്നത്, അതാണോ വേണ്ടത് എന്ന് ചോദിക്കണ്ട. അപ്പം നന്ദിനിയാണെന്നുണ്ടെങ്കിൽ അവളെ വക്കീൽ വാദം തുടങ്ങി എന്ന് പറയട്ടോ. നന്ദിനി വന്നിട്ട് പറയും, എടി മതിയടി നിന്റെ നാവാട്ടം, നീ ആരോടാ സംസാരിക്കുന്നതെന്ന് പറയട്ടോ. നിന്റെ സംസാരം കേട്ടാൽ തോന്നുമല്ലോ വിശ്വേട്ടൻ പ്രതിയും അച്ഛൻ ജഡ്ജിയും നീ വക്കീലുമാണെന്ന്. അതെ, വിശ്വേട്ടൻ പ്രതിയുടെ സ്ഥാനത്ത് നിൽക്കേണ്ടി വന്നതേ നിങ്ങൾ കാരനാ. നന്ദിനടുത്തി നിങ്ങൾ ഒറ്റ ഒരുത്തി കാരനാണ് ഇപ്പം ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. വിശ്വേട്ടൻ ജോലിക്ക് പോകാതെ വെറുതെ ഇരുന്ന് തിന്നണമെന്ന് പറഞ്ഞ് നിങ്ങളല്ലേ. അപ്പം നിങ്ങൾ എന്നോട് സംസാരിക്കാൻ വരണ്ട. ഈ കാര്യം ഞാനും വിശ്വേട്ടൻ തമ്മിൽ തീർത്തോളാം, നിങ്ങൾ ഇതിൽ ഇടപെടണ്ടെന്ന് പറഞ്ഞിട്ട് നന്ദിനെ വായടപ്പിക്കുകയാണ് കേട്ടോ. എന്നിട്ട് വിശ്വേട്ടനോട് പറയുന്നുണ്ട്, വിശ്വേട്ടാ തോന്നുമ്പോൾ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊണ്ടുവരാനും പിന്നീട് വീട്ടിൽ കൊണ്ടുവന്നാക്കാനും ഇതെന്താ കന്നുകാലിയെ പറ്റിയതാണോ? പിന്നെ വിശ്വേട്ടൻ ജോലിക്ക് പോകാതിരിക്കുകയൊക്കെ ചെയ്യുന്നത് കല്യാണത്തിന് മുമ്പും അതേ സ്വഭാവം തന്നെയല്ലായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കല്യാണത്തിന് മുമ്പ് തോന്നിക്കൂടായിരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറൊരു പെണ്ണിൻ്റെ ജീവിതം നശിപ്പിക്കേണ്ടല്ലോ, അങ്ങനെ നശിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കണം കേട്ടോ. അപ്പോൾ വിശ്വനാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ തല കുമ്പിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രീജയാണെന്നുണ്ടെങ്കിൽ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് നന്ദിനിയല്ല വേദം പറയുന്നുണ്ട്, അതെ അങ്ങനെ വേണ്ടാന്ന് തോന്നുമ്പോൾ വേണ്ടാന്ന് വെക്കാനുള്ളത് കന്നുകാലി ഒന്നുമല്ല ഭാര്യ എന്ന് പറയുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്.